പോകാൻ മുഖമുയർത്തിയുള്ള അലർച്ച ശരിക്കും കേട്ടു ഇത്തവണ. ഞെട്ടിയത് മാത്രമല്ല, കണ്ണുകളും പേടിയോടെ അടച്ചു തുറന്നു. തൃപ്തിയായതുപോലെ വേഗത്തിൽ പോകാനായി തുടങ്ങി. വേഗത്തിൽ 2 ചുവട് മുന്നിലേക്ക് വെച്ചു. "ഡോ!" പിന്നിൽ അവൻ്റെ ശബ്ദം കേട്ടു. "ഇങ്ങോട്ട് വന്നേ." പേടിയോടെ മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൾ. "കം ഹിയർ." പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ തിരിഞ്ഞു നടന്നു. അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് ഭയമായിരുന്നു. "ഒന്ന് തിരിഞ്ഞേ, ടേൺ അറൗണ്ട്." ദേഷ്യത്തിൽ ചൂണ്ടുവിരൽ കറക്കി ആംഗ്യം കാട്ടി പറഞ്ഞതും വേഗം തിരിഞ്ഞു നിന്നു കൊടുത്തു. കാരണം അവളിൽ അത്രമാത്രം ഭയമുണ്ടായിരുന്നു. "ഈ മുടി മുന്നിലേക്കൊന്നിട്ടേ." "ഏ?" തിരിഞ്ഞു നോക്കാതെ മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ പറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അവളുടെ ഇടതൂർന്ന മുടി വകഞ്ഞ് വലതു തോളിലേക്കിട്ടു. "ഇത് കണ്ടതാണോ അതോ കാണാതെ പോലെ മനഃപൂർവ്വം ആക്ട് ചെയ്തതാണോ?" അവൻ പറഞ്ഞത് ഒന്നും തുമ്പിക്ക് മനസ്സിലായില്ല. "ആസ്ക്ഡ് യു വൺസ്." ഗൗരവത്തിലുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ തുമ്പി പേടിച്ചുപോയി. "ഈ ആദ്യത്തെ ഹുക്ക് ഊരിക്കിടക്കുന്നത് കണ്ടില്ലേ?" പെട്ടെന്ന് അവൻ്റെ ചോദ്യം പിന്നിൽ കേട്ടതും അവളുടെ കണ്ണ് വലിച്ചു തുറന്നു. അപ്പോഴാണ് ഹുക്ക് ഊരിക്കിടക്കുന്ന കാര്യം തുമ്പി അറിയുന്നത്. തൻ്റെ പുറംമേനി അവന് കാണാൻ കഴിയുന്നു എന്ന തോന്നൽ അവളുടെ 2 കൈയും പുറകിലേക്ക് നീട്ടി ഹുക്കിടാൻ ശ്രമിച്ചു. പക്ഷെ പേടി കാരണം അവളുടെ കൈകൾ വിറച്ചു. എത്രയും പെട്ടെന്ന് ഹുക്കിടാനുള്ള ആവേശം കാരണം ഓരോ ശ്രമവും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഹുക്കിടാൻ പെടുന്ന കോപ്രായങ്ങളൊക്കെയും കാണുന്നുണ്ടായിരുന്നു കിച്ചു. ഫോൺ കാറിൻ്റെ ബോണറ്റിൽ വെച്ചിട്ട് ഊരിക്കിടന്ന ഹുക്കിടാൻ ബ്ലൗസിൽ തൊട്ടപ്പോൾ വിരൽ തുമ്പ് തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ കണ്ണുകളിറുക്കി.